ഹലോ, ഇന്നത്തെ വീഡിയോ ഡേറ്റ്സ് കൊണ്ടുള്ളൊരു റെസിപ്പിയാണ്. ഇതിന് നമുക്ക് ഡേറ്റ്സ് പുളിയിഞ്ചി എന്നോ അല്ലെങ്കിൽ ഡേറ്റ്സ് പിക്കിളെന്നോ ഒക്കെ വിളിക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് ആവശ്യം കുറച്ച് ഡേറ്റ്സ് ആണ്. അതുപോലെ തന്നെ ഡേറ്റ്സിൻ്റെ ഒപ്പം നമ്മളിതിനോട് ചേർക്കുന്നത് പച്ചമുളകാണ്. ഓക്കെ, നമുക്ക് ആവശ്യത്തിന് എരിവിനുള്ള പച്ചമുളക് എടുക്കുക, നമുക്ക് ആവശ്യത്തിനുള്ള ഡേറ്റ്സ് എടുക്കുക. അതിനുശേഷം ഇതിനെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുക. ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുക്കുക. അപ്പോൾ എത്രത്തോളം ചെറുതാക്കാൻ കഴിയും അത്രത്തോളം നല്ലതാണ്. ഡേറ്റ്സും അതുപോലെ തന്നെ പച്ചമുളകിനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുക്കുക. ഓക്കെ, നമുക്കത് ഉപയോഗിക്കുമ്പോൾ അറിയാൻ പറ്റും. വലിയ കഷ്ണങ്ങളോട് കിടക്കുന്ന ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. ഇത് നമുക്ക് ആവശ്യം കുറച്ച് പുളിയാണ്. കുറച്ച് വാളംപുളി എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് പഴയ പുളിയാണ്, അതുകൊണ്ട് നല്ലതുപോലെ അതിനകത്ത് പുളിയുണ്ട്. അപ്പം അതിനെ കുറച്ച് നേരം വെള്ളത്തിൽ കുതിരാനായിട്ട് ഇടുക. ഇനി നമുക്ക് പുളിയിഞ്ചി ഉണ്ടാക്കാനായിട്ട് പോകാം. അതിലേക്ക് എടുത്തിട്ടുള്ളത് എള്ളെണ്ണയാണ് അല്ലെങ്കിൽ നല്ലെണ്ണ. വെളിച്ചെണ്ണ ഉപയോഗിക്കാം, ഞാനിപ്പോൾ നല്ലെണ്ണയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് കടുക് ഇടുക. കടുകിട്ട് കറിവേപ്പില ഇടുക. കറിവേപ്പിലയും കടുകും പൊട്ടി വരുന്ന സമയത്ത് അതിലേക്ക് നമുക്ക് പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. നമുക്ക് ഇതിനകത്ത് ഇഞ്ചി ചേർത്തും ചെയ്യാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ കടുക് പൊട്ടി വരുന്ന സമയത്ത് ആദ്യം ഇഞ്ചി നുറുക്കിയത് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇതിൽ പച്ചമുളക് ആഡ് ചെയ്യുക. ഇതിനൊന്ന് ഒരു 1-2 മിനിറ്റ് ഒന്ന് എണ്ണയിലൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന ഡേറ്റ്സ് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. രണ്ടും കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. കുറച്ച് സമയം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമുക്ക് വളരെ കുറച്ച് മാത്രം ഉപ്പ് മതിയാകും. കുറച്ച് ഉപ്പ് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. വീണ്ടും നല്ലതുപോലെ അതിനൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കുക. നമ്മളിത് എണ്ണയിൽ കുറച്ച് സമയത്തേക്ക് മിക്സ് ചെയ്യുന്നുണ്ടെങ്കിലും ഇത് നല്ലതുപോലെ ഇത് ചൂടാകെ അത് വേകേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കുറച്ച് സമയത്തേക്ക് അതിനൊന്ന് അടച്ചു വെച്ച് വേവിക്കുക. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് 1-2 പ്രാവശ്യം നമുക്കതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വീണ്ടും അടച്ചു വയ്ക്കുക. അടച്ചു വെച്ച് കുറച്ച് സമയത്തേക്ക് അതിനൊന്ന് വേവിച്ചെടുക്കുക. ഇതിപ്പോൾ ഒരു 2-3 മിനിറ്റ് മാത്രമേ അടച്ചു വെച്ച് വേവിച്ചിട്ടുള്ളൂ. നല്ലതുപോലെ വെന്തിട്ടില്ല. ഇനി നമുക്കിതിൽ കുറച്ച് കാര്യങ്ങളോട് ചേർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ചേർത്തതിന് ശേഷം നമുക്ക് വീണ്ടും വേവിക്കാം. അപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് പൊടികൾ ചേർക്കുക. അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടി. പച്ചമുളക് നല്ലതുപോലെ എരിവുള്ളതുകൊണ്ട് വളരെ കുറച്ച് കാശ്മീരി മുളക് മാത്രമേ ഇടുന്നുള്ളൂ. പിന്നെ കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കുക. അതിലേക്ക് ആവശ്യമുള്ള കായപ്പൊടി. പിന്നെ ഇതൊരു പിക്കിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഉലുവാപ്പൊടി ചേർക്കുന്നത് നല്ലൊരു മണവും ഒരു ഫ്ലേവറും ഉണ്ടായിരിക്കും. ഈ പൊടികൾ ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഇത് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. പുളിവെള്ളം ചേർക്കുന്ന സമയത്ത് കുറച്ച് കൂടുതലായിട്ട് തന്നെ വെള്ളം ചേർത്ത് കൊടുക്കുക. അതിൽ കൂടെ ചൂടുവെള്ളം കൂടെ മിക്സ് ചെയ്ത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. കാര്യം നമുക്ക് ഇത് കുറച്ച് സമയം തീയിലിരുന്ന് വേകേണ്ടതുണ്ട്. നല്ലതുപോലെ ഇത് വെന്തൊന്ന് നല്ല കുഴഞ്ഞ് വരണം. അപ്പോൾ കുറച്ച് സമയം കൂടുതലത് വേവിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വേകാൻ ആവശ്യമായിട്ടുള്ള രീതിയിൽ വെള്ളം ചേർത്ത് കൊടുക്കുക. വെള്ളം കുറവാന്ന് തോന്നുന്നുണ്ടെങ്കിൽ തിളപ്പിച്ച വെള്ളം അതിലേക്ക് ചേർത്ത് കുറച്ച് സമയം കൂടുതൽ വെച്ച് അതിനെ വേവിച്ചെടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് ആവശ്യത്തിന് എരിയും അതുപോലെ പുളിയും വേണ്ടതിനുള്ള നമ്മൾ ഇട്ടിട്ടുണ്ട്. അതുപോലെ മധുരത്തിന് ഡേറ്റ്സ് ഉണ്ട്. എന്നാലും കുറച്ചുകൂടെ ശർക്കര ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ശർക്കര നല്ല വൃത്തിയുള്ള ശർക്കരയാണെങ്കിൽ, മണ്ണും കല്ലുമൊന്നും ഇല്ലാത്ത ശർക്കരയാണെങ്കിൽ ഡയറക്റ്റ് ഇതുപോലെ ഇടാവുന്നതാണ്. അല്ലെങ്കിൽ അതിനെ ഒന്ന് ഉരുക്കിയെടുത്തതിന് ശേഷം അരിച്ചെടുത്ത് പൊടിയൊക്കെ കളഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഈ സമയത്ത് നമുക്കിതിൻ്റെ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. അതിൻ്റെ എരിവ്, പുളി, അതുപോലെ മധുരം ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഇത് മൂന്നും ഈക്വലായിട്ട് നിൽക്കുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ഇല്ല എങ്കിൽ നമുക്കിതിൽ ഏതാണോ കുറവായിട്ട് തോന്നുന്നത് അത് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ കുറച്ചുകൂടെ ശർക്കര ചേർക്കേണ്ടി വന്നു. പച്ചമുളക് അത്യാവശ്യം നല്ല എരിവുള്ളതായിരുന്നു. വിചാരിച്ചതിനേക്കാളും എരിവുണ്ട്, അതുകൊണ്ട് കുറച്ച് കൂടുതൽ ചേർക്കേണ്ടി വന്നു. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഈ ഒരു പരുവത്തിൽ ഒന്ന് കുറുകി വരുന്നത് വരെയും ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് സ്റ്റൗ ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാവുന്നതാണ്. ഇതിനൊരു കുപ്പിയിൽ നമുക്ക് അടച്ച് എത്ര ദിവസം വേണമെങ്കിലും അത് കേടുകൂടാതെ സൂക്ഷിക്കാം. ഫ്രിഡ്ജിലും സൂക്ഷിക്കാവുന്നതാണ്. ഇത് ചോറിൻ്റെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഫുഡാണ്. വളരെ കുറച്ച് നമുക്കിത് എടുത്താൽ മതിയാകും. എരിവൊക്കെ ഉള്ളതുകൊണ്ട് വളരെ കുറച്ച് മതിയാകും. എല്ലാവരും ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റി ആയിരിക്കും. താങ്ക് യു.